അപ്പോൾ ഇനിയിപ്പം റമലാൻ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് 1-2 വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പം 28ാം ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മൈമൂൺസ് കിച്ചൻ റമലാൻ വ്ളോഗിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും, ഹായ് ഓൾ. എല്ലാവർക്കും മൈമൂൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രിങ്ക്സും ഒരു സ്നാക്കും പിന്നെ നാസ്തയുമാണ്. അപ്പോൾ ഡ്രിങ്ക്സ് ആയിട്ട് ഞാനിന്ന് ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കിയത്. പിന്നെ സ്നാക്ക് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു റമദാനായിട്ട് ഒരുപാട് അങ്ങനെ സ്വീറ്റ് റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടില്ല. സ്നാക്ക് ഉണ്ടാക്കിയാലും അതങ്ങനെ ചിലവാകാത്തത് കൊണ്ടാണ് ഉണ്ടാക്കാത്തത്. ഒരുപാട് പെൻഡിങ്ങിൽ ഇങ്ങനെ റെസിപ്പീസ് വെച്ചിട്ടുണ്ട് സ്വീറ്റിൻ്റെത്. പക്ഷേ അത് ഉണ്ടാക്കിയാൽ എന്തായാലും നോമ്പായതുകൊണ്ട് രാത്രി അത്ര അങ്ങ് ചിലവാകില്ല. അതിന് പകലൊക്കെ നോമ്പ് കഴിഞ്ഞിട്ട് മെല്ലെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് സ്വീറ്റ് പോളയാണ്. ബ്രെഡും അതുപോലെ എഗ്ഗും പഴമൊക്കെ വെച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോളയാണ്. ഈസിയുമാണ്, ടേസ്റ്റിയുമാണ്. പിന്നെ നാസ്തക്ക് വേണ്ടിയിട്ട് കുറേ ദിവസമായി വിചാരിക്കുന്ന ചോളെ ഭട്ടൂര ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈറ്റ് കളറിലുള്ള മസാലയും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭട്ടൂരയുമാണ് ഇന്നത്തെ റെസിപ്പിയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിപ്പം അസറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് നമുക്ക് കറിയിൽ തന്നെ തുടങ്ങാം. വൈറ്റ് കടല ഇതിപ്പം ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അതിൻ്റെ ആ വെള്ളത്തോട് കൂടി തന്നെ ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. 3-4 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചാൽ മതി കടല. ഞാനൊരു 10-11 മണിയായപ്പോൾ അങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ അതെടുത്തിട്ട് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. വേവിക്കുക എന്ന് പറഞ്ഞാൽ ഈ കടല 100% ആയിട്ട് തന്നെ വേവണം. പിന്നെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വേവാനുള്ള ഒരു ടൈം കൊടുക്കരുത്. പിന്നെ അങ്ങനെ വെന്ത് കിട്ടൂല മസാലയിൽ നിന്നാകുമ്പോൾ. ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരണം. ആ രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത് ഞാനിപ്പോൾ ഒരു 2 തക്കാളി നേർമയായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ഉള്ളിയാണ് ഞാൻ എടുത്തത്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ചതച്ചെടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക് വട്ടത്തിൽ അങ്ങനെ അങ്ങ് കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ട് വെക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മസാലപ്പൊടികളും സ്പൈസസൊക്കെയാണ്. ഞാനിപ്പോൾ ഒരു 2-3 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ചെറുതായ 2-3 എടുത്ത്, ഇല്ലെങ്കിൽ വലുതാണെ 1 മതി. 1 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് സ്പൈസസ് എടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു സ്റ്റാറിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാനായിട്ടൊരു നാരങ്ങ വേണം. പിന്നെ മസാലപ്പൊടികൾ എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഞാൻ പൊടികൾ എടുത്തത്. ഇതല്ലാണ്ട് ചോളെ മസാല പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. ആ ഒരു പാക്കറ്റിൽ വാങ്ങിയത് 2 ടേബിൾ സ്പൂൺ പൗഡർ എടുത്താൽ മതി. ചോളെ മസാല പൗഡർ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ കാണിച്ച പൊടികളുടെ കൂടെ 1 ടേബിൾ സ്പൂൺ ഡ്രൈ മാംഗോ പൗഡറും 1 ടേബിൾ സ്പൂൺ പൊമഗ്രാനൈറ്റ് പൗഡറും ആണ് ആ ഒരു പൊടി എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ രണ്ടും എൻ്റെ അടുത്തില്ല. ഉണ്ടെങ്കിൽ അത് രണ്ടും മിക്സാക്കി കാണിക്കായിരുന്നു. അപ്പം ഞാനിപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വേണമെന്നില്ല. ഒരു ചെറിയ കഷ്ണം പട്ടയും 2-3 ഏലക്കായും 3-4 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാറിൻ്റെ ഹാഫ് പീസ് എടുത്തിട്ടുണ്ട്. 2 ചെറിയ ലീഫ്, ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് നന്നായി അങ്ങ് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനിപ്പം ചെറിയ ജീരകം അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. ഉള്ളി എത്രയും നേർമയായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. കാരണം പെട്ടെന്ന് സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ എന്തായാലും ഈ ഒരു കറിയിൽ ഗരം മസാലേൻ്റെ പൊടി കുറച്ചധികം ചേർക്കും. അപ്പോൾ ഒരുപാട് സ്പൈസസ്, ഹോൾ സ്പൈസസ് ഒരുപാട് ഇടണമെന്നില്ല. എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ആ ഒരു ചതച്ചതും പിന്നെ പച്ചമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ ചതച്ചിടുന്നതായിരിക്കും ഒരുപാട് കറികൾക്ക് നല്ല ടേസ്റ്റ് കൊടുക്കാൻ. ഇപ്പം ഞാനിപ്പം ഒരു 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തത്. അത് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത്. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ആ ഒരു പച്ചമണം ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള 2 തക്കാളിയാണ് എടുത്തത്. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സ് ആക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്, ആ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട്. ഇനിയിപ്പോൾ ഒരു 3-4 സെക്കൻഡൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടൊന്ന് സോഫ്റ്റായി വരും. എന്നിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പം ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പൊടീൻ്റെയൊക്കെ കളറ് മാറും, ടേസ്റ്റ് മാറും, കരിഞ്ഞ പോലെ ചൊയ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി മിക്സാക്കി മൂപ്പിച്ചെടുത്തിട്ട് എല്ലാത്തിലും ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിപ്പം ഒഴിക്കുന്ന വെള്ളം നമ്മൾ കടല വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് തന്നെയാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പം ഇതിലേക്കിനി വേവിച്ചിട്ടുള്ള ആ കടല ആ വെള്ളത്തോട് കൂടിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. ആ കടലയും ഈ മസാലയും ഒക്കെ നന്നായി പിടിച്ച് വരണം. അപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് തിളച്ച് വരണം. ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കടല വേവിക്കുമ്പം ചേർത്ത ഉപ്പാണ്. കാരണം നമ്മൾ കടല വേവിക്കുന്ന ആ വെള്ളമാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഉപ്പ് കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചേർക്കാണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവ് തോന്നിയതുകൊണ്ട് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ടങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളക്കാനായിട്ട് അവിടെ അടച്ചു വെക്കാം. അപ്പോൾ അതവിടെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാനിപ്പം സ്നാക്സ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പം ബ്രെഡ് സ്വീറ്റ് പോളയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വേണ്ടത് മുട്ട, പഞ്ചസാര, അതുപോലെ തന്നെ ഗീ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സും വേണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ബ്രെഡ് പോള ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ഈസിയാണ്, ടേസ്റ്റിയുമാണ്. മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇതും ഇഷ്ടമാവും. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സ്വീറ്റ് മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗീ ചേർത്തിട്ട് നന്നായി അങ്ങ് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇത് പഴവും ഈ ഒരു തേങ്ങയൊക്കെ ഗീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പം, നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പം അതിന് നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും. ഗീ അല്ലെങ്കിൽ ഓയിൽ എടുത്താലും മതി. അപ്പം നെയ്യിപ്പം നന്നായി ചൂടായി വന്നപ്പം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴമാണ് എടുത്തത്. അപ്പം നേന്ത്രപ്പഴം ഞാനിപ്പം കുറച്ച് പഴുത്തതാണ് എടുത്തത്. ഒരുപാട് പഴുത്തത് വേണമെന്നില്ല, ഒരു നോർമലായിട്ടുള്ള പഴുപ്പുള്ള പഴമായാലും മതി. അപ്പം ഞാനിപ്പം 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ഈ പഴം ഒന്ന് ഗീയിലൊന്ന് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി എടുക്കാം. അതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങയൊന്നും അളവ് കൂടി പോകണ്ട, ഒരു 1/4 കപ്പ് തേങ്ങ മതിയാവും. പഴത്തിനെക്കാട്ടിലും മുന്നിട്ട് നിൽക്കേണ്ട തേങ്ങ, അത്രയും മതിയാവും. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കാം. ഇപ്പം പഞ്ചസാര മെൽറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പഴം ഒന്ന് കുഴഞ്ഞ പോലെ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ ചോപ്പ് ചെയ്തിട്ട് വാങ്ങിയ കാഷ്യൂ നട്ടാണ്, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി കിസ്മിസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം, നല്ല അടിപൊളിയായിരിക്കും. എന്നിട്ട് ഇതിലേക്ക് 2 മുട്ട ഞാനങ്ങ് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഉടച്ചിട്ട ഉടനെ തന്നെ അതങ്ങ് ഇളക്കാൻ നിൽക്കരുത്. മുട്ട ഒന്ന് എന്താ പറയുക, ഒന്ന് ആറി വരുന്നു എന്ന് കാണുമ്പോൾ മാത്രം എല്ലാം ഇട്ടിട്ട് അങ്ങ് മിക്സാക്കിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട അപ്പാടെ അങ്ങ് പരങ്ങിയതുപോലെ ഇപ്പോൾ കാണാൻ കിട്ടൂല. മറ്റേതാകുമ്പം എല്ലാത്തിലും ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് കാണാനൊക്കെ കിട്ടും. അപ്പോൾ ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പം നന്നായിട്ട് അങ്ങ് മിക്സായിട്ടുണ്ട്. മുട്ടയും തേങ്ങയും പഴവും ഒക്കെ നന്നായി അങ്ങ് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എസൻസ് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. നന്നായി ഒന്നങ്ങ് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മൊത്തത്തിൽ അങ്ങ് കുഴഞ്ഞ പോലെയാവും. ജസ്റ്റ് ഒന്ന് ആറി വന്നു എന്ന് കണ്ടാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ സ്വീറ്റ് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കളർഫുൾ ആക്കട്ടെ, കുറച്ച് കളറാക്കാം എന്ന് വിചാരിച്ചിട്ട് പിസ്ത എസൻസ് 1 ടേബിൾ സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുത്തതാണ്. പക്ഷേ ഇതിപ്പോൾ ലാസ്റ്റ് ചേർത്തത് കൊണ്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങനെ കളർ പിടിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് നമ്മൾ ആ ഗീയിൽ തന്നെ കുറച്ച് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കളർ എല്ലാത്തിലും അങ്ങ് പിടിച്ചോളും. അപ്പോൾ അത്യാവശ്യം അവിടെ ഇവിടെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പം ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട അങ്ങ് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം 1 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്വീറ്റ് ആണെങ്കിലും എപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം ആ സ്വീറ്റിനൊന്ന് ബാലൻസ് ആയി കിട്ടും.
പിന്നെ ഒരു 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം. പാല് ചൂടല്ലാത്ത പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്, റൂം ടെമ്പറേച്ചറിലുള്ള പാല്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വീറ്റ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ആ ബ്രെഡിനൊക്കെ സ്വീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നങ്ങ് ഇളക്കി മിക്സാക്കി എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ബ്രെഡ് സ്ലൈസും ഈ മുട്ടയിൽ മുക്കിയിട്ട് പാനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന പാൻ ഞാൻ ആദ്യമേ കുറച്ച് ബട്ടറൊക്കെ തടവിയിട്ട് സൈഡിലും എല്ലാ ഭാഗത്തും ബട്ടർ തടവിയിട്ട് ഒരു ബട്ടർ പേപ്പർ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്താൽ മതി. ഓയിലോ ബട്ടറോ തടവി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ പാനിൽ നിന്ന് അങ്ങ് വിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ബ്രെഡ് ഞാനിപ്പം ഓരോന്നും മുട്ടയിൽ മുക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, എവിടെയും ഗ്യാപ്പ് ഇല്ലാത്ത വിധത്തിൽ വേണം നമ്മൾ ബ്രെഡ് അങ്ങനെ വെച്ച് കൊടുക്കാൻ. ചെറിയ ചെറിയ പീസസ് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ബ്രെഡ് വെക്കുമ്പം ആ പാനൊന്ന് മേലോട്ടൊന്ന് വെച്ചിട്ട് കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് പുറത്തേക്ക് പോവുകയില്ല. ഫൈനലായിട്ട് കാണുമ്പം ആ ഒരു ഫിനിഷിങ്ങും കിട്ടും. അപ്പം ഞാൻ കുറച്ച് അങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഒരു ലെയറിൽ ബ്രെഡ് ഞാൻ അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് തന്നെ എല്ലാ ഭാഗത്തും അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് മസാല അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ മസാലയും കൂടെ ലെവൽ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കിയ ഫുൾ മസാലയും ഞാൻ വെച്ചിട്ടില്ല, ഒരു പകുതി ഭാഗം മാത്രമേ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ ഈ ഒരു പാനിൽ ഉണ്ടാക്കുമ്പം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി ബ്രെഡ് വെച്ചിട്ട് ഒന്നങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് മസാലകളൊന്നും പുറത്ത് കാണാത്ത വിധത്തിൽ ബ്രെഡ് എല്ലാ സൈഡിലും അങ്ങനെ ഗ്യാപ്പ് ഇല്ലാണ്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പം ബ്രെഡ് വെച്ച് നന്നായിട്ട് അങ്ങ് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി വന്ന മുട്ട ഇതിൻ്റെ മുകളിലൂടെ സൈഡിലൂടെയൊക്കെ ആക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലും നന്നായിട്ടൊന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പം ചെറിയ ഫ്ലെയിമിൽ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു മൂടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാന് വെച്ചിട്ട് അടച്ചു വെക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പം ഭട്ടൂരൊക്കെ വേണ്ടിയിട്ട് കുഴച്ച് വെച്ചതാണ്. ഒരു 2-3 മണിക്കൂർ മുമ്പേ ശരിക്കും പറഞ്ഞാൽ കുഴച്ച് വെച്ചതാണ്. അപ്പോൾ ആ കുഴക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് കുഴക്കുന്നതൊന്നും കാണിക്കാൻ പറ്റാഞ്ഞത്. ഞാനിത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3-4 മണിക്കൂർ മുമ്പ് കുഴച്ച് വെച്ച മാവാണിത്. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്നുകൂടെ സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ചെറുതല്ല, അത്യാവശ്യം കുറച്ച് വലിയ സൈസുള്ള ബോൾ തന്നെ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പൂരിനെക്കാട്ടിലും കുറച്ച് വലിയ സൈസിലാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വലിയ വലിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുമ്പോൾ കുറച്ച് പൊടിയൊക്കെ വിതറിയിട്ട് നന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കാം. ഒരുപാട് നേർമയാക്കിയിട്ടല്ല, എന്നാൽ ഒരുപാട് തിക്നെസ്സും വേണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുക്കാം. പിന്നെ പരത്തിയെടുത്തത് ഇതേപോലെ തന്നെ എണ്ണയിലിട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇതിനെ ചെറിയ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കാണാനൊരു ഭംഗി, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വലുതായിട്ട് നമ്മുടെ ആ ഒരു ഡബിൾ പൂരീൻ്റെ വലിപ്പത്തിൽ അങ്ങ് പരത്തിയിട്ട് പൊരിച്ചെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു റൗണ്ടായിട്ടുള്ള ഒരു ഷേപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ എണ്ണയിലിട്ട് പൊരിക്കുന്നതിനെക്കാട്ടിലും ഒരു 5-10 മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം പിന്നെ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഭട്ടൂര കിട്ടും. അപ്പം ഞാനിപ്പോൾ അങ്ങനെ എല്ലാം എന്താ പറയുക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെച്ചതിന് ശേഷം പിന്നെ എണ്ണയിലിട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബ്രെഡ് പോള ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. മേലെ ഭാഗം ഒന്നങ്ങ് ആറാനുണ്ട്. സൈഡും അടിഭാഗമൊക്കെ നന്നായിട്ട് കളറൊക്കെ ആയി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാനിപ്പോൾ വേറൊരു പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് നന്നായി ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് ഇത് ഞാനങ്ങ് തിരിച്ചിട്ട് കൊടുത്തത്. ഇനി ഒന്ന് ആ സൈഡ് ഒന്ന് ജസ്റ്റ് ആറിയിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് സമയം വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്വീറ്റ് ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഭട്ടൂര പൊരിച്ചെടുക്കണം. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് 1-2 ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. ചെറിയ സൈസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ 2-3 ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പൊരിച്ചെടുക്കുമ്പം അത്യാവശ്യം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിരിക്കണം, എന്നാലാണ് പെട്ടെന്ന് അങ്ങ് പൊരിഞ്ഞ് വരാൻ. അപ്പോൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ഓയിൽ കുടിക്കും. അങ്ങനെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈഡും കൂടെ ഇട്ടിട്ട് 2 ഭാഗവും നന്നായി പൊരിച്ചിങ്ങെടുക്കാം. നമ്മൾ പൂരിയൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ. അങ്ങനെ ഭട്ടൂര ഇപ്പോൾ എല്ലാം നന്നായിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട്. കാരണം മഗ്‌രിബോട് കൂടി തന്നെ എല്ലാ പണിയും തീർത്ത് കഴിഞ്ഞാലാണ് ഒരു സമാധാനം. ഇല്ലാന്നുണ്ടെങ്കിൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഭയങ്കര മടി പിടിച്ചൊരു കാര്യം. അപ്പോൾ അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ബ്രെഡ് പോള കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബ്രെഡ് പോള അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ട്. ഞാൻ ആ ഒരു പിസ്ത എസൻസും കൂടെ ചേർത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബ്രെഡിനും അത്യാവശ്യം സ്വീറ്റ് ഉണ്ട്. ആ പാല് മുട്ട മിക്സിൽ ഞാൻ കുറച്ച് മധുരം ചേർത്തതുകൊണ്ട് അത്യാവശ്യം സ്വീറ്റ് ഉണ്ട് ബ്രെഡ്. പിന്നെ ഇതല്ലാണ്ട് ഇതിപ്പോൾ ഞാൻ ഓരോ ബ്രെഡ് സ്ലൈസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്തത്. ഇതല്ലാണ്ട് ബ്രെഡ് പൊടിച്ചിട്ട് ആ ഒരു മുട്ട പാല് മിക്സിൽ അങ്ങനെ മിക്സാക്കിയിട്ട് ചെയ്യുന്നത് കാണാം. പക്ഷെ അതത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളി ടേസ്റ്റാണ്. സ്വീറ്റ് ഇഷ്ടമാകുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമാവും. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കാൻ ശരിക്കും വിട്ടുപോയി. ഒന്നുമില്ല, വേവിച്ച ക്യാരറ്റാണ്, അതിലേക്ക് നല്ല ഐസ് കട്ടയായിട്ടുള്ള പാലും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സാക്കിയിട്ട് അടിച്ചെടുത്തതാണ്. പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം വേവിച്ചതാവുമ്പം പെട്ടെന്ന് അങ്ങ് മിക്സായിക്കോളും, നല്ലൊരു പൾപ്പായിട്ട് കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം, നമ്മുടെ കോക്ടെയിലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ പിന്നെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് നാസ്തയാണ്. അപ്പോൾ ഒരു 8 മണി 8:30 ആയപ്പോഴാണ് നമ്മൾ നാസ്ത കഴിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ചന മസാല എന്ന് പറയുന്നത് ഫിനിഷ് ആയിട്ടില്ല നേരത്തെ. ഞാൻ വിചാരിച്ച എന്തായാലും നമ്മൾ നാസ്ത കഴിക്കുന്ന സമയമാകുമ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് ലാസ്റ്റുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ലാസ്റ്റ് ചേർക്കാനുള്ളത് കുറച്ച് നാരങ്ങ നീരാണ്. അപ്പോൾ കറിയൊക്കെ ആയതിനു ശേഷം ഫൈനലി ചേർക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അരമുറി നാരങ്ങ നീരങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നാരങ്ങൻ്റെ ആ ഒരു പുളിപ്പും കൂടെ വരുമ്പം കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു മസാലൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു കടലയിൽ നല്ല അടിപൊളിയായിട്ടുള്ള മസാലൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ഈ ഒരു നാരങ്ങൻ്റെ പുളിപ്പും ഒക്കെ വരുമ്പം അടിപൊളിയാണ്. അപ്പോൾ ഇനി നാസ്ത കഴിക്കാനുള്ള സമയമായി. ഭട്ടൂരയും അതുപോലെ തന്നെ ചന മസാലയും നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി. ഉണ്ടാക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈപ്പിൽ കറി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മസാല ഗ്രേവിയൊക്കെ എന്താ പറയുക, കുറച്ച് ഗരം മസാലകളൊക്കെ കൂടുതലാണല്ലോ, ഈ ചെറിയ ജീരകം പിന്നെ നമ്മുടെ സ്പൈസസ്. അല്ലാണ്ട് തന്നെ ഗരം മസാല കുറച്ച് അധികമൊക്കെ ഞാൻ സാധാരണ ഇടുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കറി റെഡിയാവുമോ, ടേസ്റ്റ് വരുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ, അടിപൊളി ടേസ്റ്റാണ്. വൈറ്റ് കടലയിൽ ഈ ഒരു മസാലകളൊക്കെ ചേർന്നപ്പം അടിപൊളിയായി. പിന്നെ ലാസ്റ്റ് ആ നാരങ്ങ നീരിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടിയായപ്പം അടിപൊളിയായി. നല്ല എരിവ്, നല്ല സ്പൈസി, നല്ല ടേസ്റ്റ്, നല്ല ഒരു പുളിപ്പൊക്കെ ആയിട്ടുള്ളൊരു കറി. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പൂരീൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാമല്ലോ. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭട്ടൂരയും കൂടിയാവുമ്പം വാവ്, അടിപൊളി. അങ്ങനെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻസും ഷെയറും സപ്പോർട്ടും ഒക്കെയാണ് ഇനിയുള്ള എൻ്റെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഈ ഒരു ബ്രെഡ് പോളയും അതുപോലെ തന്നെ വൈറ്റ് കടല മസാലയും എല്ലാം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്ക്. ഈസിയാണ്, ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. വീഡിയോസ് കണ്ടിട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ട്രിക്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.